മലയാളി വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചിക്കൻ വെച്ച് തയ്യാറാക്കിയെടുക്കുന്ന ഒരു തോരൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പൈസി ആയിട്ടുള്ള തോരനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കണക്കിന് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതിലേക്ക് ചേർക്കാനായിട്ട് ചെറിയ ഉള്ളി ഒരു 10 എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി 2 ടേബിൾ സ്പൂൺ കണക്കിനാണ് എടുത്തിട്ടുള്ളത്. ഈ 3 ഇൻഗ്രീഡിയൻസും ചതച്ചാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. അത് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാളയാണ് ചേർക്കുന്നത്. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള ഇപ്പോൾ കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു കണക്കിനായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ ചേർത്ത് വേവിച്ചെടുക്കാനാണ്. അപ്പോൾ ചെറിയ സവാളയാണെങ്കിൽ ഒന്ന് മുഴുവനും എടുക്കാം. മീഡിയം സൈസിലുള്ളതാണെങ്കിൽ പകുതി ചേർത്താൽ മതി. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇതിൽ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആ ചിക്കനിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇനി ഇത് മീഡിയം ഫ്ലെയിമിലാക്കി അടച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇടയ്ക്കൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കനിൽ ഇപ്പോൾ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വയ്ക്കാം. ഇത് റെഡിയായി വരുന്ന സമയം കൊണ്ട് അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാ മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഇത്രയും ചേർത്ത് നമ്മൾ സാധാരണ തോരത്തിനൊക്കെ അരയ്ക്കും പോലെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി ചിക്കനിലുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ചിക്കൻ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എന്നാൽ ഒരുപാട് ഡ്രൈ ആക്കിയിട്ടില്ല. ഒരല്പം വെള്ളമുണ്ട്. ഈ ഒരു കണക്കിന് വറ്റിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഈ ഒരു ടൈമിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. അതുപോലെ ഒരു 2 നുള്ള് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഇനി ഇത് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ആ അരപ്പെല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ തോരനാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ ചിക്കൻ റെസിപ്പീസ് ഞാൻ ഇതിനെ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ കറിയും ഫ്രൈയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.